വെൽക്കം ടു എ സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫൈനൽ യൂണിറ്റ് ആയിട്ടുള്ള 5th യൂണിറ്റിലെ ദ ലൈറ്റർ സൈഡ് എന്ന് പറയുന്ന യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. അതൊരു പോമാണ്. നമുക്ക് അതിൻ്റെ പേര് നോക്കാം. ദ ലൈറ്റർ സൈഡ് 5th യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഇതൊരു പോമാണ്. അപ്പോൾ നമുക്ക് ഇനി പോമിലോട്ട് കിടക്കാം. ഒക്ടൻ നാഷ്. അപ്പോൾ എന്താ പറയുക, ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് എ ലിറ്റിൽ ബിറ്റ്. ഇത് കുറച്ച് വേദനിപ്പിക്കാൻ പോകുന്നുണ്ട് എന്നാണ് ടൈറ്റിലിൻ്റെ മീനിങ് വരുന്നത്. ഇനി നമുക്ക് ഒക്ടൻ നാഷിൻ്റെ പ്രൊഫൈൽ നോക്കാം. Frederick Ogden Nash, 19 to 1971, was an American poet well known for his humorous poems. ഫെഡറിക് ഒഗ്ഡനാഷ് അമേരിക്കൻ പോയറ്റാണ്. 1902 ബോൺ ചെയ്തിട്ടുള്ളത്. ഹ്യൂമറസ് പോയത്തിൽ വെൽ നോൺ ആയിട്ടുള്ള അറിയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. നർമ്മം നിറഞ്ഞിട്ടുള്ള കവിതകളാണ് കേട്ടോ. ഹ്യൂമറസ് എന്ന് വെച്ചാൽ നമ്മൾ ചിരിപ്പിക്കുന്ന. ഹിസ് പോംസ് ആർ നോട്ടഡ് ഫോർ ദെയർ സർപ്രൈസിങ് പൺ ആൻഡ് കോമിക് എഫക്റ്റ് വെൻ വേർഡ്സ് ആർ ഡെലിബറേറ്റ്ലി മിസ്പെൽഡ്. അപ്പോൾ എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഒരു സർപ്രൈസിങ് പണ്ണുണ്ടാവും. എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രണ്ട് മീനിങ്, ഓക്കെ, രണ്ടർത്ഥം വെച്ചിട്ട് സംസാരിക്കാൻ അറിയില്ല, അതാണ് പണ്ണ്. അപ്പോൾ സർപ്രൈസിംഗ്ലി ഒരു പണ്ണുണ്ടാവും. ആൻഡ് കോമിക് എഫക്റ്റ്, കുറച്ച് തമാശകളുണ്ടാവും. വെൻ വേർഡ്സ് ആർ ഡെലിബറേറ്റ്ലി മിസ്പെൽഡ്. അദ്ദേഹം തൻ്റെ പോയംസ് എഴുതുമ്പോൾ മനഃപൂർവ്വം വേർഡ്സ് മിസ്പെല്ലിങ് വെക്കും. അതായത് മനഃപൂർവ്വം അക്ഷരത്തെറ്റുകൾ പോയത്തിൽ വെക്കാറുണ്ട്. ഓക്കെ, മനഃപൂർവ്വം ചെയ്യുന്നതാണ് കേട്ടോ. ദ എക്സാജുറേറ്റഡ് എക്സ്പ്രഷൻസ് ഈ യൂസസ് ഗിവ്സ് എ സ്പെഷ്യൽ ചാം ടു ഹിസ് പോംസ്. അപ്പോൾ എക്സാജുറേറ്റഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൂട്ടിപ്പറയുക അല്ലെങ്കിൽ വലുതാക്കി പറയുക എന്നൊക്കെയാണ്. അതായത് എക്സ്ട്രാ എഫേർട്ട് കൊടുത്തിട്ട് പറയുക. അങ്ങനത്തെ എക്സ്പ്രഷൻസൊക്കെ അയാളുടെ പോയത്തിന് എപ്പോഴും ഒരു സ്പെഷ്യൽ ചാമിങ് കൊടുക്കാറുണ്ട്. ദ പോം ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഈസ് എ ഹ്യൂമറസ് ഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി എക്സ്പീരിയൻസ് ഓഫ് ദി പോയറ്റ് ഹൂസ് സിറ്റിംഗ് ഇൻ എ ഡെന്റിസ്റ്റ് ചെയർ. അപ്പോൾ ഈ ഒരു പോം ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് എ ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്നുള്ള പോയം ഒരു ഹ്യൂമറസ്, ഒരു തമാശ രീതിയിൽ അയാളുടെ ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. എപ്പോഴുള്ള ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസാണ്. ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. റീഡ് ആൻഡ് എൻജോയ്. എക്സാജുറേഷൻ ഈസ് വൺ ഓഫ് ദി ഡിവൈസ് യൂസ്ഡ് ഇൻ ഡിപിക്റ്റിംഗ് ഹ്യൂമർ. എക്സാജുറേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൂട്ടി പറയുക അല്ലെങ്കിൽ പുകഴ്ത്തി പറയുക എന്നൊക്കെയാണ് കേട്ടോ. നമ്മൾ ഒന്ന് വലുതാക്കി പറയുക, ഇതൊക്കെയാണ് ആ വേർഡിൻ്റെ അർത്ഥം. ഈസ് വൺ ഓഫ് ദി ഡിവൈസ്, അതൊരു ഉപകരണമാണ്. എന്തിന് യൂസ് ചെയ്യുന്നത്? ഡിപിക്റ്റിംഗ് ഹ്യൂമർ. ഡിപിക്റ്റിംഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചിത്രീകരിക്കുക എന്നാണ് ഡിപിക്റ്റിങ്ങിൻ്റെ അർത്ഥം. ഹ്യൂമർ, തമാശകൾ ചിത്രീകരിക്കാൻ എപ്പോഴും ഒരു എക്സാജുറേഷൻ വേണം. വലുതാക്കി എന്തെങ്കിലും ഒന്ന് ഓവറാക്കി പറയണം. ഡോണ്ട് യു എഗ്രി, നിങ്ങൾ അതിനോട് സമ്മതിക്കുന്നുണ്ടോ? യു മൈറ്റ് ഹാവ് ഹാഡ് വെരി അനോയിങ് എക്സ്പീരിയൻസസ് ഇൻ ലൈഫ്. നിങ്ങൾക്കും ഉണ്ടായിരിക്കുമല്ലോ ഒരു അനോയിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ ഒരു അനോയിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. അനോയിങ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അലട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ശല്യപ്പെടുത്തുന്ന ഒരു എക്സ്പീരിയൻസ്. ഹൗ ഹാവ് യു ലുക്ഡ് അറ്റ് ദം, അതിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു. ഹിയർ ഈസ് എ പോയം ദാറ്റ് ലുക്സ് at an unpleasant experiences from an unusual perspective. Read on. അപ്പോൾ ഇവിടെ ഒരു പോയം നമുക്ക് ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പോയമാണ്. അതായത് അയാൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു എക്സ്പീരിയൻസിനെ അൺയൂഷ്വൽ പേഴ്സ്പെക്റ്റീവിൽ, അത് നമ്മൾ വിചാരിക്കാത്തൊരു ചിന്താഗതിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ റീഡ് ഓൺ, അതൊന്ന് വായിച്ചു നോക്കാൻ. അപ്പോൾ നമുക്ക് പോത്തിലോട്ട് കിടക്കാം. This is going to hurt just a little bit. Ogden Nash. First stanza നോക്കാം. One thing I like less than most things is sitting in a dentist chair with my mouth wide open, and that I will never have to do it again is a hope that I am against hope open. അപ്പോൾ എന്താ പറയുന്നത്,
One thing that I like less than most things is sitting in a dentist chair. അതായത് എനിക്ക് കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ചെയറിൽ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ വിത്ത് മൈ മൗത്ത് വൈഡ് ഓപ്പൺ, എൻ്റെ വായ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ചെയറിൽ ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത്. ആൻഡ് ദാറ്റ് ഐ വിൽ നെവർ ഹാവ് ടു ഡു ഇറ്റ് എഗെയിൻ ഈസ് എ ഹോപ്പ്. അത് വീണ്ടും ചെയ്യേണ്ടി വരരുത് എന്നുള്ളത് എൻ്റെ ഒരു പ്രതീക്ഷയാണ്. അതായത് ഇനിയും അങ്ങനെ ഡെൻറ്റിസ്റ്റിൻ്റെ ചെയറിൽ പോയിട്ട് വായ തുറന്നു വെച്ച് ഇരിക്കേണ്ടി വരരുത് എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ദാറ്റ് ഐ ആം എഗെയിൻസ്റ്റ് ഹോപ്പൻ. പക്ഷേ അതെപ്പോഴും തുടർച്ചയായിട്ട് സംഭവിക്കുന്നു, വീണ്ടും വീണ്ടും. കാരണം നമുക്ക് അറിയാം, പല്ലിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെയും പോവേണ്ടി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഹോപ്പൻ എന്നുള്ള വേർഡ് ശരിക്കൊരു വേർഡല്ല, ഇംഗ്ലീഷിലുള്ള ഒരു വേർഡല്ല. അത് ഡെലിബറേറ്റ്ലി മിസ്പെൽഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഇതിൽ പഠിച്ചു, അല്ലെ പ്രൊഫൈലിൽ പഠിച്ചു. ഓഗ്ഡൻ നാഷ് എന്നുള്ള പോയിറ്റ് നോർമലി അയാളുടെ കവിതകൾക്ക് കുറച്ച് ചാമിങ് വരാൻ വേണ്ടിയിട്ട് ഡെലിബറേറ്റ് ആയിട്ട് മിസ്പെൽഡ് ചെയ്യാറുണ്ട്, വാക്കുകളെ ഒന്ന് മിസ്പെൽ ചെയ്യാറുണ്ട്. അതൊരു റൈമിങ്ങിന് വേണ്ടിയിട്ട്, റൈമിങ്ങിൻ്റെ രസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഹോപ്പൻ എന്നുള്ളൊരു വേർഡല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റത്തേൽ എന്താ പറയുന്നത്, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് വായ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുക എന്നുള്ളത്. അത് ഒരിക്കലും ഇനിയും പോണ്ടി വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Tortures are physical and some are mental, but the one that is both is dental. It is hard to be self-possessed with your jaw digging into your chest. അപ്പോൾ നമുക്ക് കുറച്ച് വേർഡ്സിൻ്റെ മീനിങ്സ് നോക്കാം. ടോർച്ചർ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ടു കോസ് ഗ്രേറ്റ് ഫിസിക്കൽ ഓർ മെൻ്റൽ പെയിൻ ടു സം വൺ ഇൻറ്റൻഷനലി. ഒരു വ്യക്തിനെ ഫിസിക്കലായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ പീഡിപ്പിക്കുന്നതിനെയാണ് ടോർച്ചർ എന്ന് പറയുന്നത്, പീഡനം എന്നാണ്. ദ മീനിങ് ഓഫ് സെൽഫ് പൊസഷൻ ഈസ് കൺട്രോൾ ഓഫ് സം വൺസ് ഇമോഷൻ ഓർ റിയാക്ഷൻ എക്സ്പെഷ്യലി വെൻ അണ്ടർ സ്ട്രെസ്. അതായത് സെൽഫ് പൊസിഷൻ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം നമ്മൾ നമ്മളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുക എന്നാണ് കേട്ടോ. അപ്പോൾ ഒരാളൊരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അയാളെ കാമാക്കുന്നതിനെയാണ് സെൽഫ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ആ സ്റ്റാൻസിലോട്ട് പോയി നോക്കാം. അപ്പോൾ എന്താ പറയുന്നത്, ബിക്കോസ് ഒരു ലൈൻ ബൈ ലൈൻ ഒന്നും കൂടെയാണ്, ഒരു ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. ബിക്കോസ് സം ടോർച്ചേഴ്സ് ആർ ഫിസിക്കൽ ആൻഡ് സം ആർ മെൻ്റൽ. ചില പീഡനങ്ങൾ എന്ന് പറയുന്നത് ഫിസിക്കലാണ്, ഫിസിക്കൽ എന്ന് വെച്ചാൽ ശാരീരികമാണ്. ആൻഡ് സം ആർ മെൻ്റൽ, ചിലത് മാനസികവുമാണ്. ബട്ട് ദ വൺ ദാറ്റ് ഈസ് ബോത്ത് ഈസ് ഡെൻറ്റൽ. രണ്ടും കൂടിയ ഒരു ടൈപ്പ് ഓഫ് പീഡനമാണ് ഡെൻറ്റലിലുള്ളത്. അതായത് ഫിസിക്കലിയും നമുക്ക് വേദനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മെൻ്റലിയും അത് ഡിസ്റ്റർബിങ് ആണ്. ഫിസിക്കലി എന്ന് വെച്ചാൽ നമുക്ക് വായ ഇങ്ങനെ തുറന്നു വെക്കുമ്പോഴൊക്കെ ഉള്ള ഒരു പെയിനാണ് ഉദ്ദേശിക്കുന്നത്. മെൻ്റലി എന്ന് വെച്ചാൽ ഇതിങ്ങനെ വൈഡ് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന, വായൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇരിക്കുന്ന ആ ഒരു മെൻ്റൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസുമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ലൈൻ, ഇറ്റ് ഈസ് ഹാർഡ് ടു ബി സെൽഫ് പൊസസ്ഡ്. അതായത് ഇങ്ങനെ ഡെൻറ്റൽ ചെയറിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾക്ക് കാമായിട്ട്, സെൽഫ് പൊസസ്ഡ് എന്ന് വെച്ചാൽ കാമായിട്ട് ഇരിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹാർഡാണ്. ഹാർഡ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. വിത്ത് യുവർ ജോ ഡിഗിങ് ഇൻ ടു യുവർ ചെസ്റ്റ്. വിത്ത് യുവർ ജോ, നിങ്ങളുടെ താടിയിൽ. ഡിഗിങ് എന്ന് വെച്ചാൽ ഒരു ഹോൾ ഉണ്ടാക്കുന്നതിനാണ് ഡിഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ടു യുവർ ചെസ്റ്റ്, നിങ്ങളുടെ ചെസ്റ്റിലോട്ട് ഇങ്ങനെ താടിയിൽ തട്ടിയിട്ട് ചെസ്റ്റിൻ്റെ അവിടെ ഒരു ഹോൾ ഉണ്ടാക്കുന്ന പോലെ, ഡിഗിങ് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കുന്ന പോലെ നിൽക്കുമ്പോൾ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മളുടെ ഡെൻറ്റലിൽ ഇരിക്കുമ്പോൾ ഫിസിക്കലായിട്ടുള്ള ടോർച്ചറുണ്ട്, മെൻ്റലായിട്ടുള്ള ടോർച്ചറുണ്ട്. അതുപോലെ തന്നെ കാമായിട്ട് ഇരിക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ് വെൻ യുവർ ജോ ഈസ് ടച്ചിങ് യുവർ ചെസ്റ്റ്. നിങ്ങളുടെ ജോ, നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അവിടെ ഒരു കുഴി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ജോ ഡിഗിങ് ഇൻ ടു യുവർ ചെസ്റ്റ് എന്നുള്ളതൊക്കെ നമ്മളുടെ പോയറ്റിൻ്റെ ഓഗ്ഡൻ നാഷിൻ്റെ ഒരു എക്സാജറേഷൻ ആണ് കേട്ടോ, ചോവറാക്കി പറയലാണ്. അപ്പോൾ ഓക്കെ, ദെൻ നെക്സ്റ്റ്, സോ ഹാർഡ് ടു റീറ്റെയിൻ യുവർ കാം വെൻ യുവർ ഫിംഗർ നെയിൽസ് ആർ മേക്കിംഗ് സീരിയസ് അൾട്ടറേഷൻസ് ഇൻ യുവർ ലൈഫ് ലൈൻ ഓർ ലവ് ലൈൻ ഓർ സം അതർ ഇമ്പോർട്ടൻറ്റ് ലൈൻ ഇൻ യുവർ പാം. ചില വേർഡ്സിൻ്റെ മീനിങ് നോക്കാം. ഫസ്റ്റ്,
റീറ്റെയിൻ മീൻസ് കണ്ടിന്യൂ ടു ഹാവ് സംതിങ്. ഒരു സംഭവം നിലനിർത്തി കൊണ്ടുപോകുന്നതിനെയാണ് റീറ്റെയിൻ എന്ന് പറയുക. റീറ്റെയിൻ എന്ന് വെച്ചാൽ നിലനിർത്തുക. അൾട്രേഷൻ ചേഞ്ച് ഇൻ ക്യാരക്ടർ ഓർ കോമ്പോസിഷൻ, മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് അൾട്രേഷൻ എന്ന് പറയുന്നത്. മാറ്റങ്ങൾ വരുത്തുന്ന, ഓക്കെ, അതാണ് അൾട്രേഷൻ. അപ്പോൾ നമുക്ക് പോയം ലൈൻസ് നോക്കാം. സോ ഹാർഡ് ടു റീറ്റെയിൻ യുവർ കാം. നമ്മളുടെ ക്ഷമയെ, കാംനെസ്സിനെ റീറ്റെയിൻ പിടിച്ചു വെക്കുക എന്നുള്ളത്, നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് ഭയങ്കര ഹാർഡാണ്, ബുദ്ധിമുട്ടാണ്. വെൻ യുവർ ഫിംഗർ നെയിൽസ് ആർ മേക്കിംഗ് സീരിയസ് അൾട്രേഷൻ ഇൻ യുവർ ലൈഫ് ലൈൻ ഓർ ലവ് ലൈൻ ഓർ സം അതർ ഇമ്പോർട്ടൻറ്റ് ലൈൻ യുവർ പാം. അപ്പോൾ ഇവിടെ എന്താ പറയണത്, നമ്മളിങ്ങനെ ഡെൻറ്റിസ്റ്റിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണില്ലല്ലോ, വായ ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ഫിംഗർ നെയിൽസ് എന്താ ചെയ്യണേ, ഫിംഗറിൻ്റെ നഖം വെച്ചിട്ട് നമ്മൾ കൈയിൻ്റെ ഉള്ളിൽ ഇങ്ങനെ, പാമിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഒരു വരതുന്ന പോലെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ പാമ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുത്തുമ്പോൾ നമ്മളുടെ രേഖകൾ, നമ്മളുടെ കൈരേഖകൾ ഉണ്ടല്ലോ, അതിന് അൾട്രേഷൻ വരികയാണെന്നാണ് പറയുന്നത്. അൾട്രേഷൻ എന്ന് വെച്ചാൽ വ്യത്യാസങ്ങൾ സംഭവിക്കുകയാണ്, അതിനൊരു മാറ്റം വരികയാണ്. അപ്പോൾ ഇത് കുറച്ച് തമാശക്ക് വേണ്ടിയിട്ട് ഓവറാക്കി പറയാണ് കേട്ടോ. അപ്പോൾ വെൻ യുവർ ഫിംഗർ നെയിൽസ് ആർ മേക്കിംഗ് സീരിയസ് അൾട്രേഷൻ, നമ്മളെ നഖം വെച്ചിട്ട് ഇങ്ങനെ നമ്മളുടെ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ പാമ്പിൽ ഇങ്ങനെ വരതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ രേഖകളൊക്കെ മാറിപ്പോവുകയാണ് എന്നാണ് പറയുന്നത്. നോർമലി രേഖകളൊന്നും അങ്ങനെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എക്സാജുറേഷൻ ആണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈൻസ് നോക്കാം. സോ ഹാർഡ് ടു ഗീവ് യുവർ യൂഷ്വൽ എഫക്റ്റ് ഓഫ് ചിയറി ബിനിഗ്നിറ്റി വെൻ യു നോ യുവർ പൊസിഷൻ ഈസ് വൺ ഓഫ് ദി 2 or 3 ഇൻ ലൈഫ് മോസ്റ്റ് ലാക്കിംഗ് ഈസ് ഡിഗ്നിറ്റി. അപ്പോൾ ചില വേർഡ്സിൻ്റെ മീനിങ് ഫസ്റ്റ് നോക്കാം, എന്നിട്ട് ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. ചിയറി മീൻസ് ഹാപ്പി, സന്തോഷത്തിനാണ് ചിയറി എന്ന് പറയുന്നത്. ഡിഗ്നിറ്റി മീൻസ് കൈൻഡ്നെസ് ഓർ ടോളറൻസ് ടുവേർഡ്സ് അതേഴ്സ്, ബാക്കിയുള്ളവരോട് നമ്മൾ കാണിക്കുന്ന കരുണ, ദയ, ഇതൊക്കെയാണ് ബിനിഗ്നിറ്റി എന്നുള്ള ടേമിൻ്റെ അർത്ഥം. ലാക്കിംഗ് എന്ന് വെച്ചാൽ ബി വിത്തൗട്ട് ഓർ ഡെഫിസിറ്റ് ഇൻ, കുറവുള്ളത് അല്ലെങ്കിൽ ഇല്ലായ്മ, അഭാവത്തിനെയാണ് ലാക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഡിഗ്നിറ്റി ദ സ്റ്റേറ്റ് ഓർ ക്വാളിറ്റി ഓഫ് ബീയിങ് വർത്തി ഓഫ് ഹോണർ ഓർ റെസ്പെക്റ്റ്, ഒരു നമ്മൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്നതിനെയാണ് ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. മാന്യത, ഓക്കെ, മാന്യതക്കാണ് ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. സോ ഹാർഡ് ടു ഗീവ് യുവർ യൂഷ്വൽ എഫക്റ്റ് ഓഫ് ചിയറി ബിനിഗ്നിറ്റി. അപ്പോൾ എന്താ പറയണത്, നമ്മൾ നോർമലി യൂഷ്വൽ എഫക്റ്റില്ല, യൂഷ്വലായിട്ട് നമ്മൾ ഒരു ഹാപ്പിയും അതേപോലെ കൈൻഡ്നെസ് ഉള്ളൊരു വ്യക്തിയാണ് വിചാരിച്ചോ, നമ്മൾ ഹാപ്പിയും അതേപോലെ ബാക്കിയുള്ളവരോട് ഒരു ദയൊക്കെ കാണിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിൽ അത് ഹാർഡാണ്. ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ ഹാപ്പി ആയിട്ടും അതേപോലെ കൈൻഡായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഹാർഡാണെന്നാണ് പറയുന്നത്. സോ ഹാർഡ് ടു ഗീവ് യുവർ യൂഷ്വൽ എഫക്റ്റ് ഓഫ് ചിയറി ആൻഡ് ബിനിഗ്നിറ്റി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വെൻ യു നോ യുവർ പൊസിഷൻ ഈസ് വൺ ഓഫ് ദി 2 or 3 ഇൻ ലൈഫ് മോസ്റ്റ് ലാക്കിംഗ് ഇസ് ഡിഗ്നിറ്റി. അപ്പോൾ നമ്മൾ മാന്യത ഇല്ലായ്മ, ലാക്കിംഗ് എന്ന് വെച്ചാൽ കുറവെന്നാണല്ലോ. അപ്പോൾ നമ്മളുടെ മാന്യത നഷ്ടപ്പെടുന്ന 1 or 2 സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാവുള്ളൂ. അതിൽ ഒന്നാണ് ഈ സിറ്റുവേഷൻ, ഈ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിരിക്കുന്ന സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലൈൻസിലോട്ട് പോവാം. And your mouth is like a section of road that is being worked on, and it is all cluttered up with stone crushers and concrete mixers and drills and steam rollers, and there is in a nerve in your head that you are in being worked on. ചില വേർഡ്സിൻ്റെ മീനിങ് ഫസ്റ്റ് നോക്കാം. cluttered, a collection of things laying about in an untidy state. നമ്മൾ വൃത്തിയില്ലാതെ കിടക്കുന്നതിനാണ് ക്ലട്ടേർഡ് എന്ന് പറയുക. ക്ലട്ടേർഡിൻ്റെ ശരിക്ക് അലങ്കോലപ്പെടുത്തുക എന്നാണ് വേർഡിൻ്റെ ശരിക്കുള്ള മീനിങ്. ഇറിക്ഡ് മീൻസ് ഇറിറ്റേറ്റ് ഓർ അനോയ്. ഇറിറ്റേറ്റ്, അനോയ് എന്നൊക്കെയാണ് ഇറിക്റ്റിൻ്റെ മീനിങ്. നമ്മൾ ലൈക്ക് വെറുപ്പിക്കുക. ആൻഡ് യുവർ മൗത്ത് ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് ദാറ്റ് ഈസ് ബീങ് വർക്ക്ഡ് ഓൺ. നിങ്ങളുടെ വായ എങ്ങനെയാണ്, ഒരു റോഡ് പോലെയാണ്, അതിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡ് പോലെയാണ് നിങ്ങളുടെ വായപ്പ് ഇരിക്കുന്നത്. ഇവിടെ നമ്മളൊരു സിമിലി യൂസ് ചെയ്തിട്ടുണ്ട്, മൗത്ത് ഈസ് കമ്പയർഡ് ടു എ റോഡ്. ഓക്കെ, അപ്പോൾ സിമിലി എന്ന് വെച്ചാൽ നമ്മൾ എ ഫിഗർ
of speech involving the comparison of one thing with another thing of a different kind. ഒരു സാധനത്തെ വേറൊരു സാധനം വെച്ചിട്ട് കമ്പയർ ചെയ്യുക. ഒരു സിമിലാരിറ്റി ഇല്ലാത്ത വേറൊരു സാധനം വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മൗത്ത് റോഡ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പിന്നെ എക്സാജുറേഷനുമാണ്, കുറച്ച് ഓവറാക്കുന്നുമുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾ ക്ലറ്റേർഡ് അപ്പ് വിത്ത് സ്റ്റോൺ. അതെങ്ങനെയാണ് ക്ലറ്റേർഡ്? അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അവിടെ ഒക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അവിടെ എന്തൊക്കെയുണ്ട്? സ്റ്റോൺ ക്രഷേഴ്സ് ഉണ്ട്, സ്റ്റോൺ പൊടിക്കുന്ന സംഭവമുണ്ട്, കോൺക്രീറ്റ് മിക്സേഴ്സ് ഉണ്ട്. അതായത് നമുക്കറിയാം ഡെൻറ്റിസ്റ്റിൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുറേ സൗണ്ട് ഉണ്ടാക്കണം, ബഹളം ഉണ്ടാക്കണം, അങ്ങനത്തെ കുറേ മെറ്റീരിയൽസ് ഉണ്ടാവും. ഡ്രിൽസ് ആൻഡ് സ്റ്റീം റോളേഴ്സ്, ഇതെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ദർ ഈസ് ഇൻ എ നെർവ് ഇൻ യുവർ ഹെഡ് ദാറ്റ് യു ആർ ഇൻ ബീങ് ഇറിക്ഡ് ഓൺ. അപ്പോൾ നിങ്ങളുടെ ഹെഡിൽ ഒരു നെർവ് പോലും ഇല്ല, നിങ്ങളുടെ തലയിൽ ഒരു നെർവ് പോലും ഇറിക്ഡ് ആയിട്ട് ഇല്ലാത്തതില്ല, അതായത് ഇറിറ്റേറ്റഡ് ആയിട്ട്. അത് ഇവിടെ ഇറിക്ഡ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം നമ്മളെ വെറുപ്പിക്കാത്ത ഒരു നെർവ് പോലും തലയിലില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻസ്. ഹോ, some people are unfortunate enough to be strung up by thumbs, and others have things done to their gums. Unfortunate, having or marked by bad fortune or unlucky. നിർഭാഗ്യകരമായ എന്നാണ് കേട്ടോ പറയുന്നത്, അൺലക്കി ആയിട്ടുള്ള പേഴ്സൺ. സ്ട്രങ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ഹാങ്, നമ്മൾ കെട്ടിടുക അല്ലെങ്കിൽ തൂക്കിടുക എന്നൊക്കെയാണ് ഹാങ്ങിൻ്റെ അർത്ഥം. സം പീപ്പിൾ ആർ അൺഫോർച്ചുനേറ്റ് ഇനഫ് ടു ബി സ്ട്രങ് അപ്പ് ബൈ തംസ്. ഇവിടെ ഒരു ശിക്ഷാരീതിയാണ് പറയുന്നത് കേട്ടോ. ചില ആളുകളുടെ ഒരു ടൈപ്പ് ഓഫ് ശിക്ഷാരീതിയാണ് നമ്മളുടെ തമ്പ് രണ്ടും കൂട്ടിക്കെട്ടിയിട്ട് ഹാങ് ചെയ്തിടുക, അവരെ തൂക്കിയിടുക. അപ്പോൾ ഫുൾ ബോഡിയുടെ വെയിറ്റ് ഈ തമ്പിനായിരിക്കും. അത് ഭയങ്കര കഷ്ടമാണ്. അതൊരു അൺഫോർച്ചുനേറ്റ് ആണ്, അൺലക്കാണ്, ഒരു നിർഭാഗ്യവാന്മാരാണ് അങ്ങനത്തെ ആളുകൾ, അങ്ങനത്തെ പണിഷ്മെൻറ്റ് കിട്ടുന്നവരെന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ലൈന്, ആൻഡ് അതേഴ്സ് ഹാവ് തിങ്സ് ഡൺ ടു ദെയർ ഗംസ്. അതുപോലെ തന്നെ ഒരു നിർഭാഗ്യവാന്മാരാണ് എങ്ങനെ ഈ ഗംസിൽ നമ്മളെ മോണയിൽ വർക്ക് ചെയ്യുമ്പോൾ, നമ്മുടെ മോണയിൽ ഡെന്റിസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ അതേപോലെയാണ് ഫീൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൂടെയാണ്. And your teeth are supposed to be being polished, but you have reasons to believe that they are being demolished. And the circumstances that adds most to your terror is that it's all done with a mirror. Because the dentist may be a bear, or as the Romans used to say, only they were referred to as a feminine bear when they said it an ursa. വേർഡ്സിൻ്റെ മീനിങ് നോക്കാം. ഡിമോളിഷ്ഡ്, ടു കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്, പൊളിച്ചിടുക എന്നൊക്കെയാണ് ഡിമോളിഷ്ഡിൻ്റെ അർത്ഥം. സർക്കംസ്റ്റൻസസ്, സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ. ഓക്കെ, പിന്നെ ടെറർ, എക്സ്ട്രീം ഫിയർ, ഭീകരത എന്നാണ് ടെററിൻ്റെ അർത്ഥം. ആൻഡ് യുവർ ടീത്ത് ആർ സപ്പോസ് ടു ബി ബീങ് പോളിഷ്ഡ്. നിങ്ങളുടെ ടീത്ത് പോളിഷ് ചെയ്യാൻ ആയിട്ടുണ്ട്. ഓക്കെ, ബട്ട് യു ഹാവ് റീസൺസ് ടു ബിലീവ് ദാറ്റ് ആർ ബീങ് ഡിമോളിഷ്ഡ്. പക്ഷേ ആ പോളിഷ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബിലീവ് ചെയ്യാൻ കാരണങ്ങളുണ്ട്. എന്ത്? അത് ഡിമോളിഷ് ആവുകയാണ്, അത് പൊളിക്കുകയാണ് എന്നുള്ളത് അടക്കം ബിലീവ് ചെയ്യാൻ നമുക്ക് കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഡെന്റിസ്റ്റ് പോളിഷ് ചെയ്യുമ്പോൾ കുറേ ടൂൾസൊക്കെ യൂസ് ചെയ്യും. അതൊക്കെ കണ്ടാൽ തന്നെ ഒരു ഭീതി ഉണ്ടാവും നമുക്ക്. ദെൻ നെക്സ്റ്റ്, and the circumstance that adds most to your terror is that it's all done with a mirror. ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഈ ഡെന്റിസ്റ്റ് ചെയ്യുന്നത് ഒരു മിറർ വെച്ചിട്ടാണ്. അതാണ് ഏറ്റവും ഭീകരമായത്. ഓക്കെ, then next, because the dentist may be a bear, or as the Romans used to say, only they were referred to as a feminine bear when they said it an ursa. അപ്പോൾ എന്താ പറയുന്നത്? ഈ ഡെന്റിസ്റ്റിനെ കമ്പയർ ചെയ്യാണ്, ബെയറാണ്, അവരൊരു ബെയറാണ്, അല്ലെങ്കിൽ റോമൻസ് പറയുന്ന പോലെ ഒരു ഫെമിനിൻ ബെയറാണ്. വെൻ ദേ സെഡ് ഇറ്റ് ആൻഡ് ഓർസ. ഓർസ എന്ന് വെച്ചാൽ ഈ റോമൻസിൽ ബെയറിന് പറയുന്ന പേരാണ്. All the same, how can you be sure when he takes his crowbar in one hand and the mirror in the other? He won't get mixed up the way you do when you try to tie a bow. Tie with the aid of a mirror and you forget the left is right and vice versa. ഇതിൻ്റെ മീനിങ് നോക്കാം. ക്രോബാർ, ആൻ അയൺ ബാർ വിത്ത് എ ഫ്ലാറ്റൻഡ് എൻഡ് യൂസ്ഡ് ആസ് എ ലിവർ. ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ട് പോലത്തെ ഒരു ഇരുമ്പ് പാര പോലത്തെ ഒരു സാധനമാണ് കേട്ടോ ഈ ക്രോബാർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്.
ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. ബട്ട് ഓൾ ദി സെയിം ഹൗ ക്യാൻ യു ബി ഷുവർ വെൻ ഹി ടേക്സ് ഹിസ് ക്രോബാർ ഇൻ വൺ ഹാൻഡ് ആൻഡ് മിറർ ഇൻ ദി അതർ ഹി വോണ്ട് ഗെറ്റ് മിസ്ഡ് അപ്പ്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ നമുക്ക് എങ്ങനെ ഉറപ്പ് വരുത്താം, ഒരു കയ്യിൽ ക്രോബാറും ഉണ്ടാവും മറ്റേ കയ്യിൽ മിററും ഉണ്ടാവും. അപ്പോൾ രണ്ട് കയ്യിൽ രണ്ട് ഉപകരണങ്ങളുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോവില്ല എന്നെങ്ങനെ നമുക്ക് ഉറപ്പ് വരുത്താം. The way you do when you try to tie a bow, tie with the aid of mirror and forget that left is right and vice versa. അപ്പോൾ എന്താ പറയണത്, നമ്മൾ ഈ ടൈ മിററിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് ടൈ കെട്ടുമ്പോൾ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും മാറിപ്പോകുന്ന പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നത് പോലെ ഇത് മാറിപ്പോകുമോ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻസ്. And then at last he says that it will be all, but it isn't, because he then coats your mouth from cellar to roof with something that I suspect is generally used to put a shine on a horse hoof. Line by line meaning നോക്കാം. And then at last he says that will be all, but it isn't, because he then cuts your mouth from cellar to roof. അപ്പോൾ എന്താ പറയുന്നത്, എന്നിട്ട് ഡെൻറ്റിസ്റ്റ് പറയും ആ കഴിഞ്ഞു ഇവിടെ തീർന്നെല്ലാം കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഉണ്ടാവും കുറേ കോട്ടിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സെല്ലർ ടു റൂഫ് എന്ന് വെച്ചാൽ താഴ്ഭാഗം, സെല്ലർ എന്ന് വെച്ചാൽ താഴ്ഭാഗം, ബേസ്മെൻറ്റ് ടു റൂഫ് മുകളിലെ ഭാഗം വരെ. With something that I suspect is generally used to put a shine on a horse hoof. ഹോഴ്സ് ഹൂഫ് എന്ന് വെച്ചാൽ കുതിരയുടെ കുളമ്പ്. ആ ഹോഴ്സ് ഹൂഫിന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ട് ചെയ്യുന്ന ഒരു സംഭവം പോലെ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. ആ കോട്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, and you totter to your feet and think, well, it's all over now, and after all it was only this once. And he says, come back in 3 months. And this, oh fate, is I think the most vicious circle that thou ever sentest. The man has to go continually to the dentist to keep his teeth in good condition, when the chief reason he want his teeth in good condition is so that he won't have to go to the dentist. ചില വേർഡ്സിൻ്റെ മീനിങ് ഫസ്റ്റ് നോക്കാം. ടോട്ടർ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ഷെയ്ക്ക് അല്ലെങ്കിൽ വിറക്കുക എന്നൊക്കെയാണ്. വിക്ഷ്യസ് എന്ന് വെച്ചാൽ ഡെലിബറേറ്റ്ലി ക്രൂവൽ ഓർ വയലൻറ്റ്, ക്രൂരത എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. നമുക്ക് ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. And you totter to your feet and think, well, it's all over now, and after all it was only this once. അപ്പോൾ നമ്മളിങ്ങനെ കാലിങ്ങനെ വിറക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്ത്, വെൽ ഇതെല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇതോടുകൂടി ഇതെല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. Then and he says come back in 3 months. അപ്പോൾ ഈ മന്ത് മിസ്പെല്ല് ചെയ്തിട്ട് കൊടുത്തിക്കുകയാണ് കേട്ടോ, മന്ത് എന്നാണ്, 3 months. അപ്പോൾ എന്താണ്, പിന്നെ ഡോക്ടർ നമ്മളോട് പറയും, നമ്മളത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ഡെൻറ്റിസ്റ്റ് പറയായിരിക്കും 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരൂ എന്നുള്ളത്. ഓക്കെ, മന്ത് എന്നുള്ളത് മിസ്പെല്ല് ചെയ്ത് ഇരിക്കുകയാണ്, അതൊന്ന് നോട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ്, ആൻഡ് ദിസ് ഓ ഫേറ്റ് ഈസ് ഐ തിങ്ക് ദ മോസ്റ്റ് വിക്ഷ്യസ് സർക്കിൾ ദാറ്റ് ദോ എവർ സെൻറ്റൻസ്ഡ്. ഓ ഫെയ്ത്ത്, ഓ വിധിയെ എന്ന് വിളിച്ചിട്ട് പറയണേ. ഐ തിങ്ക് ദ മോസ്റ്റ് വിക്ഷ്യസ് സർക്കിൾ, ഏറ്റവും ക്രൂരമായിട്ടുള്ളൊരു സർക്കിൾ എന്ന് പറയുന്നത് ഒരു ശിക്ഷയാണ് എന്നാണ് പറയുന്നത്. സെൻറ്റൻസ് പറഞ്ഞാൽ ശിക്ഷ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. The next, that man has to go continually to the dentist to keep his teeth in good condition, when the chief reason he wants his teeth in good condition is so that he won't have to go to the dentist. അപ്പോൾ എന്താ പറയണത്, നമ്മളുടെ പല്ല് ഗുഡ് കണ്ടീഷനിൽ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടറെ അടുത്ത് പോകണം. എന്നിട്ട് വീണ്ടും നമ്മൾ പോയിട്ട് പറയാണ്, നമ്മളുടെ പല്ല് ശരിക്കൊരു ഗുഡ് കണ്ടീഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോവരുത് എന്ന് പറയണം. ഈ ഒരു കുറേ ടൂൾസ് വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുമല്ലോ. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ലാസ്റ്റ് ലൈനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. When the chief reason he wants his teeth in good condition is so that he won't have to go to the dentist. ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോവരുത് എന്ന് പറഞ്ഞിട്ടാണ് പോയം നിർത്തുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ പോയം. അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഓൾ.